ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളുടെയും കമൻസുകളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. കാരണം എത്രത്തോളം ഓരോരുത്തരുടെയും വളർച്ചയെപ്പറ്റി ഭഗവാൻ അറിയണമല്ലോ. ഈ കമൻസിൽ കൂടെ എനിക്കും കുറേ അറിയാൻ പറ്റും, എന്നാൽ ഭഗവാന് കൂടുതലും അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും കമൻസുകളാണ് ഭഗവാൻ അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരുടെയും കമൻസിൽ കൂടെയാണ് എത്രത്തോളം ഇതിനകത്ത് മനസ്സിലാക്കുന്നു, എത്രത്തോളം പ്രവൃത്തിയിൽ കൊണ്ടുവന്നു എന്നറിയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകണം, ഈശ്വരകൃപയും കിട്ടണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. അതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യവും രോഗശാന്തി അസുഖങ്ങളെല്ലാം മാറണം. എല്ലാ ഭക്തമക്കളും നന്നായി പ്രാർത്ഥിക്കുക. അവരവർ തന്നെ ആഹാരം കഴിച്ചെങ്കിലേ അവരവർക്ക് വയറ് നിറയും. അപ്പോൾ അവരവർ തന്നെ എല്ലാ പ്രവൃത്തികളും ഭഗവാൻ അർപ്പിച്ച് ഈശ്വരനെ ആരാധിച്ചും ഭക്തിപൂർവ്വം ഇരിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങളെല്ലാം പമ്പ കിടക്കും. അങ്ങനെ ആണ് എനിക്കത് പറയാൻ പറ്റുന്നത്. എനിക്കും അനുഭവം അതുകൊണ്ടുള്ളതുകൊണ്ടാണ്. എൻ്റെ അനുഭവമാണെങ്കിലും എനിക്ക് പറയാൻ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാമം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. കുറച്ച് മക്കൾക്കിത് കിട്ടിയെങ്കിലേ അന്നന്ന് സമാധാനമുള്ളൂ. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതാണ് മക്കളെ. അല്പം നാമം ചൊല്ലിയിട്ട് തുടങ്ങാം. കാരണം ഇത് കർക്കിടക മാസം ആയതുകൊണ്ട് അങ്ങനെയും മക്കൾ പറഞ്ഞു ഇത് രാമായണം ഇടണമെന്ന്. അതുകൊണ്ട് ഞാൻ പരസ്യം പോലും ഇപ്പം അതിലിടുന്നില്ല. കാരണം എന്താണ്, ഞാൻ 1-2 ദിവസം നോക്കിയപ്പോൾ കാണാം പരസ്യം കിടക്കുന്നു. അപ്പം എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. നീട്ടി ചൊല്ലുമ്പം ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് പോകുമ്പം ഭക്തമക്കൾ ഇതില്ലാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഞാനും പണ്ടങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്താ പറയുക, അതിനകത്തൊരു നിയമമുണ്ട്. അതുകൊണ്ടാണ് അത് ഞാനത് ഇതിനകത്ത് വേണ്ടാന്ന് അത് പ്രസ് ചെയ്തു ഈ രാമായണത്തിന്. കാരണം അത് നമുക്ക് 1 മാസത്തെ കാലമല്ലേ, അത് ഭക്തമക്കൾ നീട്ടി അങ്ങ് വായിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പരസ്യം ഇതിൽ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കട്ടാക്കിയിട്ടേക്കുക. കാരണം നമുക്ക് അവർക്കും ഇത് വെറുതെ അവർക്കും പാടല്ലേ, അവരും ഇതിനു വേണ്ടി. അപ്പം നമ്മളത് ചെയ്തുകൂടാ. അവർക്കും ഇതിനകത്തൊരു നമ്മളൊരു ദക്ഷിണ കൂടിയ കർമ്മമല്ലേ ചെയ്യേണ്ട. നമ്മളൊരു പൂജ ചെയ്യുന്ന ഒരു തിരുമേനി കൊണ്ട് പൂജ നടത്തി ആ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുമല്ലോ. അതുപോലെ ഇതെല്ലാം നമ്മളങ്ങനെ സഹിക്കണം മക്കളെ. സഹനശക്തി വേണം. ഇപ്പം നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഭഗവാൻ ഒരു പൂജയായിട്ട് ഒരു ദക്ഷിണ ഇരിക്കട്ടെ, അത് ആ പരസ്യത്തിൽ കൂടി അങ്ങ് എടുത്തോളും ഭഗവാൻ. അപ്പം അതാണ് ഇതിൽ വേണ്ടത്. എങ്കിലും ഞാൻ വിചാരിച്ച് അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഭാഗവതം കൂടെ അതിലിടുന്നത്. കാരണം യൂട്യൂബുകാരെയും ബുദ്ധിമുട്ടിക്കണ്ട. അതുകൊണ്ട് നമ്മളിതെല്ലാം സഹിച്ച് ഒരു ഭക്തൻ്റെ ആവശ്യം. എങ്കിലും ഞാൻ 1 മാസത്തേക്ക് ഇത് ഞാൻ കട്ടാക്കി ഇട്ടേക്കുക. എല്ലാവർക്കും നമസ്കാരം. അത് മക്കൾ മനസ്സിലാക്കണം. നമുക്ക് അതൊരു ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരുമ്പോൾ ഭക്തിയോടുകൂടി നമ്മളിത് ചൊല്ലി കേൾക്കുമ്പോൾ അതിലൊരു തടസ്സം ഇതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അതങ്ങ് ചെയ്തതാ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അഗമേ വിലസുഖ നാരായണ ജയ. കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. കെട്ടുകളോ ഫലഭുക്ത്യാ തീരും കെട്ടായിനിയും നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അഗമേ വിലസുഖ നാരായണ ജയ. കേൾക്കണം എളുതായുണ്ടു രഹസ്യം
ദുഷ്കൃതവും നിജ സുകൃതവും എല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതതം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കയ്യിൽ വരുന്നതുകൊണ്ടു ദിനങ്ങൾ കഴിക്കാ ഫലം പുനരുഞ്ചിക്കൊല്ല. കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദമെന്തിനു തുച്ഛം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനമാണ്. പരീക്ഷത്ത് പാണ്ഡവരുടെ കൊച്ചല്ലയോ, അതായത് ആ കുടുംബത്തിലെ കുട്ടിയാണല്ലോ, അർജുനൻ്റെ കൊച്ചുമകനാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പരീക്ഷത്തിനെ മാത്സ്യനന്ദന പരീക്ഷിച്ചെടുത്ത് ഉളനായ പുത്രന് പരീക്ഷിത്തെന്നിട്ടതു നാമത്തെയും അദ്ദേഹത്തിന് പേര് പരീക്ഷത്തെന്നിടാൻ കാരണം പരീക്ഷിച്ച് കിട്ടിയ കുട്ടിയാ. ബ്രഹ്മാസ്ത്രം വന്ന് അത് മരിച്ചു പോകേണ്ട കുട്ടിയെ ഭഗവാൻ കൃഷ്ണൻ രക്ഷിച്ചെടുത്തത് കൊണ്ട്, പരീക്ഷിച്ചെടുത്തത് കൊണ്ടാണ്. ഗർഭത്തിൽ കിടന്നപ്പോൾ തന്നെ അതിനെ രക്ഷിച്ചു. അത് ഭഗവാൻ ചെയ്തതുകൊണ്ട് അത് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊരു സംശയം ഉണ്ടല്ലോ. അത് ഒരു പരീക്ഷണമായിരുന്നു. എന്തായാലും അതുകൊണ്ട് ആ പേര് അതുകൊണ്ട് പരീക്ഷത്ത് എന്ന് കിട്ടി. അതിനാണ് അങ്ങനെ പറയുന്നത്. ഇനി പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം. തൊണ്ടയ്ക്ക് കഫം തുടങ്ങി. കുറച്ച് മധുരങ്ങൾ തോടിൽ ചെന്നാൽ അങ്ങനെയാണ്, പഴങ്ങളൊക്കെ ചെന്നാൽ. തൽ ഗുണഗണങ്ങൾ രാജേന്ദ്രശേഖരത്വം കണ്ട് ഉൾക്കുതുകേന പാണ്ഡുപുത്രരാൽ അനുദിനം ശിക്ഷിതനായുള്ളൊരു ബാലകൻ വളരും നാൾ. ഈ കുട്ടിയുടെ കാര്യം പറയുന്നത്. ഈ പരീക്ഷത്ത് ബാലകൻ ആരാണ്? ഇവർ മുതിർന്ന പാണ്ഡുപുത്രൻ അവരെ അതിനെ നോക്കുന്നത്, വളർത്തുന്നത്. അതാ ശിക്ഷിതനായുള്ളൊരു ബാലകൻ വളരും നാൾ. കൃഷ്ണനന്ദനായ കൃഷ്ണനന്ദനൻ ആരാണ്? വേദവ്യാസ മഹാമുനി, അദ്ദേഹത്തിൻ്റെ മകൻ വിതുരൻ. കൃഷ്ണനന്ദനായ വിതുരൻ നടേ തന്നെ തീർത്ഥങ്ങളാടി നടക്കുന്നവൻ പോന്നു വന്നു. പാർത്ഥിവനായ ധൃതരാഷ്ട്രാദി ബന്ധുക്കളെ കണ്ടു കൗതുകം വളർന്ന് 5-6 ദിനം പാർത്തുകൊണ്ട് രാത്രിയിൽ ധൃതരാഷ്ട്രരെ കൊണ്ടുപോയാൻ. പിറ്റേന്നാളുഷക്കാലേ നിത്യകർമ്മവും ചെയ്ത് തെറ്റെന്നു ധർമാത്മജൻ അച്ഛനെ കാൺമാൻ ചെന്നു. ഇവിടെ അച്ഛൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചിറ്റപ്പൻ ധൃതരാഷ്ട്രരാണ്. ധർമാത്മൻ വെച്ചാൽ പാണ്ഡുവിൻ്റെ മൂത്ത മകൻ. അപ്പോൾ കണ്ടീല പിതാവിനെ എന്തതെന്ന് അന്വേഷിച്ചിട്ടുണ്ടായ പരമാർത്ഥം കേട്ടവൻ. അപ്പോൾ അദ്ദേഹം മരിച്ചു പോയിട്ടാണ് അങ്ങനെ നിത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് ചെന്നപ്പോൾ അങ്ങനെ കണ്ടില്ല. ധൃതരാഷ്ട്രരെ കൊണ്ടുപോയി, അതായത് മരിച്ചെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇവിടെ ദുഃഖം ഉണ്ടാകുന്നത്. കണ്ടീല പിതാവിനെ എന്തതെന്ന് അന്വേഷിച്ചിട്ടുണ്ടായ പരമാർത്ഥം കേട്ടവൻ ദുഃഖത്തോടെ കുമ്പിട്ടു വസിക്കുമ്പോൾ അൻപഴും ശ്രീനാരദൻ മുമ്പിൽ വന്നാവർ ഭവിച്ച് ഉണ്ടായ മനസ്താപം യുക്തങ്ങളായ വാക്യ പീയൂഷം കൊടുത്തൊക്കവേ ശമിപ്പിച്ചു. ഭൂപതി വീരൻ തൻ്റെ സൽഗതി മാർഗത്തോളം ബോധിപ്പിച്ചത യഥാ നിർഗമിച്ചിടും മുനീന്ദ്രോക്തി മാർഗോപശ്രേണ്യ. വിശ്വാസഭക്തിയാ ചെല്ലും കാലത്ത് മൃതരായോരച്ഛനും അമ്മമാർക്കും തച്ഛേഷക്രിയകളും കൃത്വാ രാജ്യവും പരിപാലിച്ചു. ധർമ്മത്തോടെ വത്സരം 36 ചെന്നളവ് ഇന്ദ്രാത്മജൻ കൃഷ്ണനെ കാൺമാൻ ശ്രീമദ്വാരക അകമ്പുക്കാൻ. ഇതെന്താണ് പറയുക? ധൃതരാഷ്ട്രം, അതായത് പാണ്ഡുക്ക്
ആണ് സ്വന്തം അച്ഛൻ. എന്നാൽ അവിടെ അച്ഛന് പകരം രാജ്യം നോക്കുന്നതും ചിറ്റപ്പനാണെന്ന് ധൃതരാഷ്ട്രമാണ്. ചെന്ന് രാവിലെ ചെന്നപ്പോൾ കണ്ടില്ല. പോകെ പോകെ രണ്ടുപേരുമൊക്കെ മരിച്ചു. അതിൻ്റെ ശേഷക്രിയകളെല്ലാം അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ അവരാണ് ചെയ്തിട്ട് രാജ്യമൊക്കെ ധർമ്മത്തോടെ അവർ നോക്കി. 36 വത്സരം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇന്ദ്രാത്മജൻ വെച്ചാലാണ് ഇന്ദ്രൻ്റെ പുത്രൻ അർജുനനാണെന്ന് തോന്നുന്നു. ആരെ കാണാൻ ചെന്നു? ഭഗവാൻ കൃഷ്ണനെ. കൃഷ്ണനെ കാൺമാൻ ദ്വാരകയകമ്പുക്കാൻ കൃഷ്ണനും ഭൂഭാരം തീർത്ത് ആനന്ദപദം ചേർന്നാൻ. ഭഗവാൻ എപ്പോഴെന്ത് ചെയ്ത് ഈ ഭൂമിയിലെ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീക്കി ധർമ്മത്തെ രക്ഷിച്ചിട്ട് ഭഗവാൻ സ്വസ്ഥനായിട്ടിരിക്കുന്നു. ഇത് ഭഗവാൻ അവതരിച്ച കാര്യങ്ങളെല്ലാം നേടിയിട്ട് ഇങ്ങനെ ആനന്ദപ്രദമായിട്ടിരിക്കുക. ജിഷ്ണു നന്ദനായ ജിഷ്ണുതാൻ ഭഗവാനെ തൃഷ്ണയാ കണ്ടു വന്ദിച്ചങ്ങുടൻ പോന്നിടുവാൻ പോയവൻ. അങ്ങനെ ഭഗവാനെ കണ്ട് വന്ദിച്ച് ജിഷ്ണു നന്ദന എന്ന് പറഞ്ഞാൽ ഈ അർജുനൻ്റെ കാര്യം. അർജുനൻ ഭഗവാനെ കാണാൻ ചെന്നപ്പോൾ വന്ദിച്ചെന്നിട്ട് തിരിച്ച് വെക്കം തെളിഞ്ഞ് പോരാനായിട്ടാണ് പോയത്. അതാണ് കൃഷ്ണനെ കാൺമാൻ ശ്രീമദ് ദ്വാര അകമ്പുക്കാൻ കൃഷ്ണനും ഭൂഭാരമൊക്കെ തീർത്ത് ആനന്ദമായിട്ടിരിക്കുന്ന സമയത്ത് ജിഷ്ണു നന്ദനായ ജിഷ്ണുതാൻ ഭഗവാനെ തൃഷ്ണയ അർജുനൻ്റെ പിതാവിനെയാണ് തോന്നുന്നു ജിഷ്ണു, അതായത് ഇന്ദ്രൻ്റെ മകനാണ് അദ്ദേഹം. ഭഗവാനെ തൃഷ്ണയ സന്തോഷത്തോടെ കണ്ട് വന്ദിച്ച് അങ്ങുടൻ പോന്നിടുവാൻ പോയതാണ്. ഭഗവാനെ കണ്ട് വന്ദിച്ചിട്ടൊക്കെ തിരിച്ചു വരാനായിട്ട് പോയി. പക്ഷേ പോയവൻ കാലം 4 മാസം വൈകാതെ എന്തെന്ന്. അപ്പം 4 മാസം കണ്ട് തിരിച്ചു വരാഞ്ഞപ്പോൾ പറഞ്ഞാൽ എനിക്കിതൊക്കെ നീ പറയാൻ സമയം കാണുമെങ്കിൽ ഇച്ചിരി ഒന്ന് പറഞ്ഞിട്ടങ്ങ് വായിക്കാൻ കരുതി, അല്ലെങ്കിൽ ഇതൊട്ടും മനസ്സിൽ ചേർക്കാവത്തില്ല. അങ്ങനെ 4 മാസം കഴിഞ്ഞിട്ടും വീട്ടിലോട്ട് ചെല്ലാഞ്ഞപ്പോൾ എന്ത് വന്നു? ദുഃഖിച്ചു ധർമാത്മൻ. എന്താ അർജുനൻ പോയിട്ട് കാണാത്തത്? പെട്ടെന്ന് വരാൻ പറഞ്ഞ് പോയതാണല്ലോ, 4 മാസം കഴിഞ്ഞിട്ടും കാണുന്നില്ലല്ലോ. ഇങ്ങനെ കണ്ട് ദുഃഖിച്ചിരിക്കുക. ഇനി നമുക്ക് വായിച്ചു പോകാം. ഇനി പതുക്കെ പതുക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വിശ്വാസഭക്തിയാ ചെല്ലും കാലത്ത് മൃതരായോരച്ഛനും അമ്മമാർക്കും തച്ഛേഷക്രിയകളും കൃത്വാ രാജ്യവും പരിപാലിച്ചു ധർമ്മത്തോടെ വത്സരം 36 ചെന്നളവ് ഇന്ദ്രാത്മജൻ കൃഷ്ണനെ കാൺമാൻ ശ്രീമദ് ദ്വാരക അകമ്പുക്കാൻ കൃഷ്ണനും ഭൂഭാരം തീർത്താനന്ദപദം ചേർന്നാൻ. ജിഷ്ണു നന്ദനായ ജിഷ്ണുതാൻ ഭഗവാനെ തൃഷ്ണയാ കണ്ടു വന്ദിച്ചങ്ങുടൻ പോന്നിടുവാൻ പോയവൻ കാലം 4 മാസം വൈകിയതെന്തോന്നായതെന്നറിയാഞ്ഞു ദുഃഖിച്ചു ധർമാത്മജൻ. ദുർനിമിത്തങ്ങൾ കണ്ടു ശങ്കിച്ചു സഹോദരൻ. വിഷമങ്ങളും ദുർനിമിത്തങ്ങൾ ചില വിഷമങ്ങളൊക്കെ കണ്ടു ഈ മൂത്ത മകൻ ധർമാത്മജൻ യുധിഷ്ഠിരൻ. എന്താ കുട്ടി പോയിട്ട് താമസിക്കുന്നത്, 4 മാസം കഴിഞ്ഞിട്ടും വന്നില്ലല്ലോ. അങ്ങനെ ദുഃഖിച്ച് അപ്പോൾ എന്താ ദുർനിമിത്തങ്ങൾ കാണുന്നു. അപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് ധർമാത്മജന് മനസ്സിലായി. അതുകൊണ്ടാണ് അർജുനൻ താമസിക്കുന്നത് എന്നൊക്കെ തോന്നും. ദുർനിമിത്തങ്ങൾ കണ്ടു ശങ്കിച്ചു സഹോദരൻ. ശങ്കിച്ചാൽ എന്താ ഇങ്ങനെ കാണുന്നതുകൊണ്ട് സംശയം, എന്താ പറ്റി എന്ന്. തന്നോടും സകലാത്മാവാകിയ ജഗന്മയൻ പന്നകശായി വസുദേവനന്ദനൻ നമുക്ക് അന്നുണ്ടായ താപം തീർത്ത് അനുദിനം രക്ഷിച്ച പരമാത്മാ തന്നെ ലോകപ്രാപ്തിക്ക് കാലം അവകാശമായിതോ ശിവ ശിവ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അതായത് അദ്ദേഹത്തിന് ദുർനിമിത്തങ്ങളൊക്കെ തോന്നി. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം അന്നന്ന് എന്തെല്ലാം വിഷമങ്ങൾ വന്നു, ഇതെല്ലാം തീർത്ത ഭഗവാൻ നമ്മളെ രക്ഷിച്ചു. അങ്ങനെയുള്ള പരമാത്മാ ലോകപ്രാപ്തിക്കാണ് അവകാശമായോ ശിവശിവ. ഓർക്കാൻ പറ്റുന്നില്ല, ഭഗവാൻ എന്തെങ്കിലും വിഷമം വന്നോ? ഇതൊക്കെയാണ് അവിടുത്തെ അദ്ദേഹം തോന്നുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്താ കാരണം? അപ്പം ദുർനിമിത്തങ്ങളും കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭഗവാനി നമ്മൾക്കെല്ലാം പിന്നെ എന്തെല്ലാം സഹായങ്ങളാണ് പരമാത്മാവായ കൃഷ്ണൻ നമുക്ക് ചെയ്തു തന്നത്. അതുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായോ ശിവശിവ. കൃഷ്ണ രാമാത്മാ രാമ ഗോവിന്ദ ശിവരാമ ജിഷ്ണുജ സഖേ
പരിപാലയാ കുലം മമ ജിഷ്ണുജ സഹേശ. അർജുനൻ്റെ സുഹൃത്തെ, അർജുനനോടാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം, കൂട്ട്. അതുകൊണ്ട് കൃഷ്ണ രാമാത്മാ രാമ ഗോവിന്ദ ശിവരാമ ജിഷ്ണുജ സഖേ പരിപാലയ കുലം മമ വിശ്വനായക ജഗൽ പുണ്യമേ ദയാനിധേ ശാശ്വതാനന്ദ പ്രഭോ ശരണം ശരണമേ. ചിത്തത്തിൽ ഇത്തം ഓർത്തോർ തത്തൽ ചൊല്ലിയിടും നേരം എത്രയും തേജോഹീനനായത് മന്ദം ദുഃഖം ഉൾക്കൊണ്ട് മുഖപത്മവും വാടിത്തളർന്നു ഉൾക്കനം വിട്ടു കരഞ്ഞ അശ്രുക്കൾ തൂകി ശക്രനന്ദനൻ വന്നു കൈ തൊഴുതരികത്തു നിൽക്കുമ്പോൾ അവനുടെ ഭാവം കണ്ടവൻ ഈശൻ. എന്താ അപ്പോൾ പറ്റിയത്? ഭഗവാനോട് ഇങ്ങനെ ചിന്തിച്ചു, ഭഗവാനെ ഇങ്ങനെ എന്തെങ്കിലും ദുഃഖങ്ങൾ വന്നോ എന്നല്ല ഓർത്തിരുന്നപ്പോൾ എന്ത് വന്നു? മനസ്സിൽ ഓർത്തപ്പോൾ എത്രയും തേജോഹീനനായിട്ട്, ഒരു മുഖപ്രസാദം ഇല്ലാതെ, ഹീനമില്ലാതെ, എല്ലാ അർജുനൻ്റെ സർവ്വ സൗന്ദര്യം, എല്ലാ അഴകും പോയി, തേജസ്സൊക്കെ പോയി, മന്ദം ദുഃഖം ഉൾക്കൊണ്ട് മുഖം വാടി തളർന്ന് ഉൾക്കനം വിട്ട് കരഞ്ഞ് അശ്രുക്കൾ കണ്ണുനീര് തൂകി ശക്രനന്ദനൻ വന്നു. ശക്രനാരാ? ഇന്ദ്രൻ്റെ മകനാണ് ശക്രനന്ദന. അർജുനൻ വന്ന് കൈ തൊഴുത് അരികത്ത് നിൽക്കുമ്പോൾ അവരുടെ ഭാവം കണ്ട് ഈ അർജുനൻ്റെ ഈ രീതികളെല്ലാം മാറ്റം പോയതുപോലെ അല്ല തിരിച്ചു വന്നത്. ദുർനിമിത്തങ്ങളെല്ലാം ധർമാത്മജൻ കാണുകയും ചെയ്തു. വന്നപ്പോൾ എന്താണ്? ഭാവങ്ങളെല്ലാം മാറിപ്പോയി. എന്താ തേജസ്സൊക്കെ ഇല്ലാതെ പോയി. അങ്ങനെ കരഞ്ഞ് മുഖഭാവമൊക്കെ കണ്ടപ്പോൾ നിൽക്കുമ്പോൾ അവനുടെ ഭാവം കണ്ടവനീശൻ മിക്കതും അവസ്ഥകൾ ഉൾക്കാമ്പിലറിഞ്ഞു ശ്രീകൃഷ്ണാദിയതുക്കൾ തൻ കുശലം വിചാരിച്ചാൻ. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി ശക്രജന്തതുത്തരം ചൊല്ലുവാൻ വല്ലാഞ്ഞു. അതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഈ അർജുനൻ. ഇദ്ദേഹത്തിനോട്, ജ്യേഷ്ഠനോട് ഇതൊക്കെ പറയാൻ പറ്റാത്ത വിഷമമാണ്. ശക്രജന്തതുത്തരം ചൊല്ലുവാൻ വല്ലാഞ്ഞു. സന്തപ്തനാം അവൻ പൊട്ടിക്കരഞ്ഞു ചൊല്ലിയിടിനാൻ, നമ്മുടെ സഖി കൃഷ്ണൻ നമ്മയെ ഉപേക്ഷിച്ചു നിർമ്മലപദം പ്രാപിച്ചിടിനാൻ. മുസലിയും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ പറഞ്ഞു, കരഞ്ഞും കൊണ്ട് പറഞ്ഞു, സന്തപ്തനായിട്ട് വിഷമിച്ച് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, നമ്മുടെ സഖി, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ കൃഷ്ണൻ നമ്മെ ഉപേക്ഷിച്ചു, നിർമ്മലപദം പ്രാപിച്ചു പോയി. മുസലിയും പോയി, ബലരാമനും കൂടെ പോയി. വന്മതം പൂണ്ട് തപോധനന്മാർ തന്നെ ചെന്നു നിർമൂലം സാമ്പാദികൾ ഫൽസിച്ചുണ്ടായ ശാപാൽ. ഇത് ശാപം കൊണ്ടാണ്. വാരിധി തീരത്തിങ്കൽ പൂരിതകൃതമായോരേരക കണിശങ്ങൾ കൊണ്ടു തങ്ങളിൽ തന്നെ യാദവന്മാരും പ്രഹരിച്ചു ചത്തൊടുങ്ങിനാരാധി പൂണ്ടതു കണ്ടു മാധവ പ്രിയകളും മാതാവും ജനകനും ഉഗ്രസേനാദികളും വീതിഹോത്രനിൽ ചാടിക്കൂടിനാരെല്ലാവരും. ഏരക കണിശങ്ങൾ വെച്ചാൽ ഏരകം എന്നുള്ളൊരു പുല്ല് അവിടെ, അതായത് ഇത് എന്തോ ഒരു അസ്ത്രത്തിൻ്റെ ഇത് ഉരസി അതെല്ലാം കടലിലിട്ടപ്പോൾ മൊത്തവും അവിടെ കിളിച്ചു വന്നു. അതൊരു ഭയങ്കര ഇരുമ്പുലക്കട ആയതുകൊണ്ട് ഭയങ്കര കട്ടിയുണ്ട്, അത് അമ്പ് പോലെയാണ്. അത് ശാപം ഉണ്ടായിരുന്ന ഒരു മുനിയുടെ. ഈ ഗർഭിണിയായി അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ അവരെ കളിയാക്കിയ മഹർഷി ശപിച്ചതാണ്. അപ്പോൾ ഏരക പുല്ലുകൊണ്ട് ഇവർ തന്നെ തങ്ങൾ യുദ്ധം ചെയ്ത് എല്ലാവരും യാദവന്മാരെല്ലാം അങ്ങനെ മരിക്കുക ചെയ്യുന്നത്. അതിൻ്റെയാണ് ഇവിടെ പറയാം. നമുക്കിനി വായിക്കാം. പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം ഞാൻ വായിച്ചതിൽ ഇട്ടിട്ടുണ്ട്, എനിക്ക് അറിയാവുന്നതാണ്. അത് നമ്മൾ നോക്കിയെടുക്കുക. അങ്ങനെ മാതാവും ജനകനും ഉഗ്രസേനാദികളും വീതിഹോത്രൽ ചാടി. കാരണം വീതിഹോത്ര വെച്ചാൽ ഈ അഗ്നിയിൽ ഭർത്താവ് മരിക്കുമ്പോൾ എല്ലാ ഭാര്യ അങ്ങനെയുള്ളൊരിതുണ്ട്, എല്ലാവരും അങ്ങനെ മരിച്ചു. മാതാവും ജനകനും ഉഗ്രസേനാദികളും വീതിഹോത്രനിൽ ചാടിക്കൂടിനാരെല്ലാവരും. ഞാൻ അവർക്കെല്ലാം ഉദകക്രിയകളും ചെയ്ത് ദീനനായി വിട കൊള്ളും നേരത്ത്. അങ്ങനെ അവർക്കുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട്
ആ നേരത്ത് സമുദ്രവും ദ്വാരകാപുരിയുടൻ വേഗേന മുക്കിക്കൂടി വേരോടുകൂടി പറഞ്ഞുയർന്നു സന്താനവും. നാരിമാരെയും ഭദ്രനാമിവനെയും കൊണ്ട് പാരാതെ വിട കൊണ്ടേൻ ആവതെന്തെനിക്കയ്യോ. അങ്ങനെ എല്ലാവരും അവിടെ ഭഗവാന്റെ ദ്വാരകയെല്ലാം സമുദ്രത്തിൽ മുങ്ങുന്ന സമയത്ത് അതാണ് ഇത് പറയുന്നത്. അങ്ങനെ ദ്വാരകയാ പുരി ഉടൻ വേഗേന അപ്പോഴെല്ലാം വെള്ളത്തിൽ മുങ്ങി വേരോടുകൂടി പറഞ്ഞുയർന്നു സന്താനവും. അപ്പം ബാക്കിയുള്ള നാരിമാരെയും വജ്രനാം ഇവനെയും കൊണ്ട് പാരാതെ വിട കൊണ്ടേൻ ആവത് എനിക്ക് എന്താണ് ആവത്. അർജുനൻ പറഞ്ഞിങ്ങനെ കരഞ്ഞ് പറയുന്നു. കുറച്ചു പേരെ ഉള്ളവരെയും കൊണ്ട് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഇവിടേക്ക് വന്നു. ദേവകീ സൂനോ ജഗൽ പുണ്യ കാരുണ്യാബുധേ കേവലം സഖികളാരുള്ളത് എനിക്ക് നാക്ക് തിരിയുന്നില്ല. രായൊന്നും വരുന്നില്ല, നീണ്ടങ്ങ് പോണത്. കേവലം സഖികൾ ആരുള്ളത് നിന്നെ പോലെ. ഭഗവാൻ ഇങ്ങനെ പോയതുകൊണ്ട് അതിന് വിഷമം. എനിക്കിനി സഖികളായിട്ട് ആരാ ഉള്ളത്? ഭഗവാൻ അങ്ങ് പോയപ്പോൾ അത്രത്തോളം ഒന്നായിട്ട് നിന്നതാണ്. പക്ഷെ അദ്ദേഹത്തിനും കൂടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്ത് എന്തൊക്കെ വേണം, ഭദ്രൻ അഭിഷേകം ചെയ്യുക, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഭഗവാൻ പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ദേവകീ സൂനോ ജഗൽ പുണ്യ കാരുണ്യാബുധേ കേവലം സഖികൾ ആരുള്ളതു നിന്നെ പോലെ. ഇതൊക്കെ ഓർത്താണ് അർജുനൻ കരയുന്നത്. യുധിഷ്ഠിരൻ്റെ മുമ്പിൽ നിന്ന് കരയുക. സർവാപരാധങ്ങളെ സഹിച്ചു സദാകാലം സർവാപത്തുകൾ ഞങ്ങൾക്ക് അന്നുണ്ടായതെല്ലാം തീർത്ത് കാത്ത് ഇത് അവ്യയ സാമ്രാജ്യ ലക്ഷ്മീ പദപ്രാപ്തി നൽകുവാൻ നമസ്തുഭ്യം അന്വഹം വിഭൂ. ഇതൊക്കെയും അപ്പച്ചിയുടെ മക്കളും കൂടെ അല്ലയോ ഭഗവാന്റെ. അതുകൊണ്ട് ഇതെല്ലാം ദുരിതങ്ങളുള്ള സമയത്തെല്ലാം കാത്ത് എന്തെല്ലാം രക്ഷിച്ചു. ഇതെല്ലാം ഓർത്ത് അവരെല്ലാം കരയുന്നു, ദുഃഖിക്കുന്നു, നിലവിളിക്കുന്നു. നമ്മളും ഇത് മനസ്സിലാക്കുന്നതിനാ നമുക്ക് ഓരോരോ അനുഭവങ്ങളും ദുഃഖങ്ങളും എല്ലാം വരുമ്പോൾ ഭഗവാനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം സാധ്യതകൾ സംഭവിച്ചു തന്നു, എന്തെല്ലാം ഗുണഗണങ്ങളാണ് തന്നതെല്ലാം ഓർത്ത് ഭഗവാനെ വിളിച്ച് അപേക്ഷിക്കണം. നമ്മൾ നന്ദി പറയണം. ഭഗവാനെ ഇങ്ങനെയൊക്കെ നമുക്കും എന്തെല്ലാം കാത്ത് രക്ഷിച്ചു. അങ്ങനെയുള്ള ഭഗവാന് നമ്മൾ സന്തോഷം അറിയിക്കണം. നമ്മൾക്ക് തന്ന സന്തോഷമാണതെല്ലാം. ഭഗവാൻ എന്ത് സഹിച്ചിട്ടാണ് ഇവിടെ അവതരിച്ചത്. ഈ ദുരിതങ്ങളെല്ലാം ലോകത്തുനിന്ന് മാറ്റാനും ഭക്തന്മാരെ രക്ഷിക്കാനും വന്ന ഭഗവാനോട് എന്നും നന്ദി പറയണം നമ്മൾ. ഇപ്പോഴും ഭഗവാൻ ദേഹമില്ലെങ്കിലും നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ഉള്ളിനകത്തും പുറത്തും. നമ്മുടെ പുറം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷേ പുറം കണ്ണ് അല്ലാതെ സന്യാസിമാർക്കും ഹൃദയശുദ്ധി ഉള്ളവർക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ പറ്റാത്തവർ ചിന്തിക്കണം, നമ്മുടെ ചുറ്റിനും പരമാത്മാവുണ്ട്. എല്ലാം കണ്ണില്ലെങ്കിലും കാണാം, ചെവിയില്ലെങ്കിലും കേൾക്കാം. എല്ലാം അറിവുള്ളവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായി നിൽക്കുന്നെന്ന് മനസ്സിലാക്കണം. നമുക്കൊരു കബളിപ്പും പാടില്ല. ഭഗവാൻ കാണുന്നുണ്ട്. നേരായ മാർഗത്തിൽ തന്നെ ഒരു ഭക്തൻ നടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. അപ്പോൾ എന്ത് വരും? സർവ അപരാധങ്ങളെ സഹിച്ചു സദാകാലം സർവാപത്തുകൾ ഞങ്ങൾക്ക് അന്നുണ്ടായതെല്ലാം തീർത്ത് കാത്ത് ഇത് അവ്യയ സാമ്രാജ്യ ലക്ഷ്മീപദ പ്രാപ്തി നൽകുവാൻ നമസ്തുഭ്യം അന്വഹം വിഭോ. പാർത്ഥനീ വണ്ണം പറഞ്ഞ് ആർത്തനായി കരഞ്ഞു വാർത്തകൾ കേട്ടതു നേരം ധർമ്മജൻ അകതാരിൽ ചീർത്ത സന്താപം ചൊല്ലിൽ ഈശ്വരൻ നടുങ്ങിയിടും. അത്രയും കേട്ടപ്പോൾ ധർമാത്മജൻ്റെ, അതായത് യുധിഷ്ഠിരൻ്റെ ഹൃദയം തകരുവാണ്. അത് പറഞ്ഞറിയിക്കാൻ ഈശ്വരൻ പോലും നടുങ്ങിയിടും. ധർമാത്മജൻ അകതാരിൽ ചീർത്ത സന്താപം, അത്രയ്ക്ക് അർജുനനേക്കാളും ചീർത്ത ദുഃഖമുണ്ട്. അത് ചൊല്ലുകയിൽ ഈശ്വരൻ പോലും നടുങ്ങും. അതുകൊണ്ട് മിണ്ടാതെ അടക്കുന്നു. ഓർത്തു പാർത്തതു നിജ ധൈര്യം കൊണ്ടവൻ ഈശൻ ധൈര്യത്തോടുകൂടി എല്ലാം അമുക്കുന്നു. ഹൃദയം പൊട്ടിയാലും അകത്തേക്ക് പോട്ടെ, വെളി ചാടണ്ടെന്നും പറഞ്ഞ് അവിടെ അമുക്കി. ഓർത്തു പാർത്തു നിജ ധൈര്യം കൊണ്ടവനീശൻ പേർത്തുടൻ അടക്കി മുന്നം ഗ്രഹിച്ചിരിക്കുന്നു ഒരാത്മജ്ഞാനത്താൽ.
അഖിലേശ്വരൻ തന്നെ കണ്ടു തൽപദാംഭോജത്തിങ്കലാമാറു സകലവും കൽപ്പിച്ചു സമർപ്പിച്ചു വിശ്വസിച്ചാനന്തരം. അങ്ങനെ അദ്ദേഹം എന്താ അത് അങ്ങനെ വരാൻ കാരണം ഭഗവാൻ നേരത്തെ കൂട്ടി സമാധാനവും ശാന്തിയും കൊടുത്തു പഠിപ്പിച്ചു. ധർമാത്മന് കൊടുത്തതുകൊണ്ട് എല്ലാം അടക്കി. നമ്മളതാ പഠിക്കേണ്ടത്. നമുക്കും ഏത് വൻ ദുരിതങ്ങൾ നമ്മുടെ അമ്മയോ അച്ഛനോ മക്കളോ ആരോ ആയിക്കോട്ടെ, ഇതുപോലുള്ള അവസ്ഥകൾ വന്നാൽ നമുക്ക് ഈശ്വരൻ തന്ന ഉപദേശം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തു വന്ന് ഓർത്തു പാർത്തു നിജധൈര്യം കൊണ്ട് അവൻ ഈശൻ പേർത്തുടൻ അടക്കി. മുന്നം ഗ്രഹിച്ചിരിക്കുന്ന മുമ്പ് എന്താ ഗ്രഹിച്ചത്? ഭഗവാൻ പരമാത്മാവായ കൃഷ്ണൻ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അത് മനസ്സിലാക്കിയ ഉള്ളത്തിൽ നാം ആയവനാണ്. എല്ലാവരും ജനിച്ചാൽ ശരീരത്തിൽ മരണമുണ്ടെന്നും ഈ ലോകത്ത് ആരും നിത്യമല്ല, ഇത് ശാശ്വതമല്ല എന്നെല്ലാം ഉറപ്പിച്ച് പഠിപ്പിച്ച് വെച്ചതുകൊണ്ട് ഇതെല്ലാം അത് ഓർത്തങ്ങ് മനസ്സിലാക്കി ദുഃഖമൊക്കെ കടിച്ച് അമുക്കി. അതുകൊണ്ട് തൊൽപദാംഭോജത്തിലാമാർ സകലവും സമർപ്പിച്ചു. ഭഗവാൻ തന്നെ എല്ലാം സമർപ്പിച്ചു, കൽപ്പിച്ചു, സമർപ്പിച്ചു, വിശ്വസിച്ചനന്തരം രാഗാദി ദോഷങ്ങളും ഏഷണത്രയങ്ങളും. എനിക്കിത് ഓരോ വാക്കുകളും ഞാൻ കണ്ണങ്ങ് അടച്ചു പോകും. അപ്പോഴെനിക്ക് അടുത്ത അക്ഷരം കാണാൻ പറ്റുന്നില്ല. അത് ഞാൻ അറിയുന്നില്ല, ഞാൻ കണ്ണങ്ങ് അടച്ചു പോവുക. ഈ ധ്യാനം കൊണ്ട് അങ്ങനെ വരുന്നതാ. അതുകൊണ്ടായിരിക്കും അടുത്ത അക്ഷരം തെറ്റിപ്പോകുന്നത്. ഞാനത് കണ്ണ് തുറന്നിരുന്നാൽ ഞാനങ്ങ് അറിയാതെ അങ്ങ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു പോകുന്നു. അപ്പോൾ രാഗാദി ദോഷങ്ങളും ഏഷണത്രയങ്ങളും ഭാഗവതാഠ്യൻ മറന്ന് ഏകാഗ്ര സമബുദ്ധിയാ കാലദോഷത്താലുള്ള കാലുഷ്യമെല്ലാം തീർത്ത് മേലിൽ നല്ലത് വരുത്തിയിടുവാൻ അർത്ഥിച്ചുടൻ അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കി പ്രാർത്ഥിച്ചു. ഇനി ഭാവിയിൽ നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ച് സോദര അമാത്യ സാമന്താദികളോടും കൂടി സാദരം പരീക്ഷത്തിന് അഭിഷേകവും ചെയ്തു. അതായത് കൊച്ചുമകനെ അഭിഷേകം ചെയ്ത് പരീക്ഷത്തിന് രാജ്യം അങ്ങ് അവങ്കലാമാറുടൻ സമർപ്പിച്ചു. പരീക്ഷത്തിന് രാജ്യഭാരം ഏൽപ്പിച്ചു. പൂജ്യനായി മധുരയിൽ വജ്രനാം അവനെയും ശൂരസേനാധിപത്യം വാഴുകെന്ന് വിധിച്ചു. അപ്പോൾ മധുരയിലും ഉഗ്രസേനൊക്കെ പോയല്ലോ, അപ്പോഴവിടെയും വജ്രനെ അവിടെ രാജാവാക്കി. ശൂരസേനാധിപത്യം, അതായത് കംസന്റെ പിതാവായ ശൂരസേനൻ, മറ്റേ ഉഗ്രസേനല്ലയോ, ശൂരസേനാധിപത്യം വാഴുകെന്ന് വിധിച്ചു. ഇത് ശൂരസേനൻ എന്ന് പറഞ്ഞത് വസുദേവരുടെ അച്ഛൻ. ആ ഭാഗത്ത് ആരെ വാഴിച്ചു? വജ്രനെ. ശൂരസേനാധിപത്യം വാഴുകെന്ന് വിധിച്ചു തൽക്കാരണാത്മനെ ചേർത്ത് ആശു പാവകനെയും സ്വധർമ്മനിഷ്ഠാപൂർവം ഉറപ്പിച്ചേവം പുനരധർമ്മ ഭീരു നൃപനസംഗാത്മനാ തൂർണം സുവർണാരത്നാഭരണാദികൾ ദാനം ചെയ്തു. സുവർണ ശരീരമാത്രേണ താൻ നിവൃത്തനായി സ്വസ്ഥനായി വിരക്തനായി മുക്തനായി വിശുദ്ധനായി പ്രസ്ഥാനം ജളബധിരാന്തമൂകരെ പോലെ ദക്ഷിണേതരയായ ദിക്കിനു തുടങ്ങിനാൻ. അദ്ദേഹം ഇതെല്ലാം അവരെയൊക്കെ കുട്ടികളെയൊക്കെ ഏൽപ്പിച്ച് രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? സുവർണ രത്നാഭരണാദികളൊക്കെ ദാനം ചെയ്ത് പിന്നെ ഈ ശൂരസേനാധിപത്യം, ആ ആധിപത്യം വാഴുകെന്ന് വജ്രനെ ആക്കി. കാരണാത്മനെ ചേർത്ത് ആശു പാവകനെയും സ്വധർമ്മനിഷ്ഠാപൂർവ്വം ഉറപ്പിച്ചേവം പുനരധർമ്മ ഭീരു. അധർമ്മത്തെ ഭീരു എന്നാൽ എന്താണ്? അധർമ്മം സ്വധർമ്മനിഷ്ഠാപൂർവം, അദ്ദേഹത്തിൻ്റെ സ്വധർമ്മം എന്താണ്? അതനുഷ്ഠിക്കുക. അധർമ്മ ഭീരു, അധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് അത് നിർവൻ അസംഗാത്മന, ആരോടും അംഗത്വം, അതായത് ഒന്നിനോടും ചേർച്ചയില്ലാതെ സംഘമില്ലാതെ നിർവൻ അസംഗാത്മന തൂർണം സുവർണ രത്നാഭരണാദികൾ ദാനമൊക്കെ ചെയ്ത് സുവർണ ശരീരം മാത്രം താൻ നിവർത്തനായി. ഇദ്ദേഹം ഇതെല്ലാം കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ആയിത്തീർന്നു. എല്ലാത്തിലും നിവർത്തനായി. ആരാ? ഈ യുധിഷ്ഠിരൻ, അതായത് ധർമാത്മജൻ എന്നും പറയും. അർജുനന് ജ്യേഷ്ഠൻ. എന്താ കാരണം? അത്ര ഭക്തനാണ്. ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കൊടുത്ത് ഇദ്ദേഹം ഇങ്ങനെ ആയി കഴിഞ്ഞ ഒരു സന്യാസിക്കും മേലെ ആയി കഴിഞ്ഞതുകൊണ്ടാണ് സ്വധർമ്മ നിഷ്ഠാപൂർവം ഉറപ്പിച്ചേവം പുനരധർമ്മ ഭീരു നിർവൻ അസംഗാത്മന തൂർണം സുവർണ രത്നാഭരണാദികളൊക്കെ ദാനം ചെയ്ത് സുവർണ ശരീരം മാത്രമാണ് താൻ നിവർത്തനായി. എല്ലാത്തിൽ നിന്നും നിവർത്തി നേടി.
എല്ലാവർക്കും വേണ്ടതെല്ലാം ദാനമൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹം സ്വസ്ഥനായി. എന്നിട്ട് വിരക്തനായി, സർവത്തിൽ നിന്നും വിരക്തി നേടി. അവിടെ പിന്നെ അർജുനനെന്നോ പിന്നെ പുത്രൻ ആരാണ്, ഈ പിന്നെ പരീക്ഷത്തെന്നോ രാജ്യമെന്നോ പിന്നെ വീടും കൂടും ഒന്നുമില്ലാത്ത എല്ലാത്തിനും വിരക്തനാകണം. അങ്ങനെ വിരക്തനായി, മുക്തനായി, പിന്നെ വിശുദ്ധനായി പ്രസ്ഥാനം എങ്ങനെ പോയി, ജളബധിരാന്ത മൂകരെ പോലെ. അപ്പോൾ ഈ ഒരു ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥമല്ല, അതിൽക്ക് മേലേ ഒരു പടി ഉണ്ട്. സാധാരണ നമ്മളൊക്കെ എവിടം വരെ എത്തുന്നു? സാധാരണ ഇപ്പം അങ്ങേറ്റം പോയാൽ ഭഗവാനെ പ്രത്യക്ഷമായി പരമാത്മാവിൽ ലയിക്കുന്നു, ഈശ്വരനും നാമും ഒന്നായി തീരുന്നു, ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്, ഞാനും ഭഗവാനും ഒന്നാണ്. അതേ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ ഗൃഹസ്ഥാശ്രമികളായി കഴിയുന്നു. എന്നാൽ ഇദ്ദേഹം അതൊക്കെ മേലേ പോയി ജളബധിരാന്ത മുഖനെ പോലെ. എന്താണ് അതിൻ്റെ അർത്ഥം? അയാളെ കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? വട്ടാണോ അതോ ഭ്രാന്തനാണോ എന്താണെന്ന് നമുക്കറിയാത്തൊരവസ്ഥയാണ് അദ്ദേഹം. അയാൾക്ക് ഈ പ്രപഞ്ചമായിട്ട്, അത് ഈ ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ വീടുണ്ടെന്നോ, നമുക്കൊക്കെ എത്രമാത്രം അങ്ങേറ്റാണ് നമ്മളൊരു വീട്ടിലല്ലേ കഴിയുക. പക്ഷെ അദ്ദേഹം സഞ്ചരിക്കുക ജളബധിരാന്തം. ചിലർക്ക് തോന്നും പൊട്ടനാണോ, ചെവി കേൾക്കാൻ മേത്തവനാണോ, അതായത് കണ്ണ് കാണാൻ മേത്തവനാണോ, ചെവി കേൾക്കാൻ മേത്തവനാണോ, മിണ്ടത്തില്ല, മൗനിയായിട്ടും. അയാൾ എന്താ, അദ്ദേഹം വല്ല കഴിച്ചോ അറിയില്ല, അയാൾക്ക് വസ്ത്രം നല്ലതോ മറ്റോ ഉണ്ടോ അറിയില്ല. എല്ലാം ഒരു തനി ഭ്രാന്തൻ. എങ്ങനെ ഭ്രാന്ത് പിടിച്ച് പോകുന്ന എങ്ങനെ അതേ ലക്ഷണം. പക്ഷെ അത് ഭ്രാന്തൊന്നും ഇല്ല, എല്ലാത്തിനും വിരമിക്കുന്നൊരവസ്ഥയാണ്. അതാണ് നമ്മൾ ചിലപ്പോൾ അതിന് പറയുന്നത് എന്തോ പിന്നെ അവധൂതൻ എന്നൊക്കെ പറയുമല്ലോ, അത്. അപ്പോൾ സ്വസ്ഥനായി, വിരക്തനായി, മുക്തനായി, വിശുദ്ധനായി പ്രസ്ഥാനം ജളബധിരാന്ത മൂകരെ പോലെ. ജളത്വം പിടിച്ചും ബധിരം അന്ധനും, കണ്ണു കാണാമത്തെ, മൂകൻ സംസാരിക്കാത്ത, അതാണ് ഇതിൽ പറയുന്നത്. അതാ ജളബധിര അന്ധ മൂകരെ പോലെ. അങ്ങനെ ഇത് ഭാഗവത്തിൽ കിടക്കുക. നമ്മൾ മറ്റുള്ളവരെ കണ്ട് ചിലർക്ക് ഇത് അറിയാം, ഒരുപാട് പേർക്ക് ഭാഗവതം എനിക്കും അറിയാം, എല്ലാം വായിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ അറിയാത്ത എന്താ, കൃഷ്ണൻ്റെ ചരിത്രം ആർക്കാ അറിയാത്തത്? പക്ഷെ ഈ ഒരു കാര്യം ആർക്കും അറിയത്തില്ല. ഇതെന്താണെന്ന് അത് അറിയാതെ കണ്ടങ്ങ് തർക്കിക്കും. ഞാൻ പിന്നെ ചുമ്മാ അതങ്ങനെ വായിക്കാൻ പറ്റുമോ, ഞാനിതൊക്കെ അങ്ങ് ആയതല്ലേ, എനിക്കിതെല്ലാം അറിയാവുന്നതല്ലേ. പക്ഷെ ഒന്നും അറിയത്തില്ല എന്ന് എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണന് രുക്മിണിയാണ് ഭാര്യ, അത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ കുറേ വാക്കുകൾ പറയും. പക്ഷെ അല്ലാതെ ഈ ജളബധിരാന്ത മൂകനെ പോലെ വെച്ചാൽ അതെന്താ, അതൊന്നും അറിയത്തില്ല. പിന്നെ എന്തെന്നാ ഈ ഭാഗത്തേക്ക് ഉൾക്കൊണ്ടത്? ജളബധിരാന്ത മൂകരെ പോലെ വെച്ചാൽ അവിടെ ആർക്കും ഒന്നും അദ്ദേഹത്തിന് യാതൊരു ചിന്തയില്ല, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനം യാതൊന്നും അറിയില്ല. ഒരു പൊട്ടനെ പോലെ, ഒരു മൂകനെ പോലെ, ഒരു സംസാരിക്കാൻ അറിയാത്തവനെ പോലെ, അന്ധനും മൂകനും ബധിരൻ എന്നൊക്കെ പറയുന്നത് അതാണ്. അങ്ങനെ ദക്ഷിണേ ഇതരയായ ദിക്കിനു തുടങ്ങി ഞാൻ. അങ്ങനെ ദക്ഷിണത്തിലും ഇതര, തെക്കോട്ടോ വടക്കോട്ടോ ഒന്നില്ല. എങ്ങോട്ടാ ഈ പേപ്പട്ടിക്ക് പേ എടുത്താൽ എങ്ങോട്ടാ പോകാം? എങ്ങോട്ടെങ്കിലൊക്കെ അതങ്ങ് പോകുന്നത്, അതിന് ലെക്കില്ല. അതുപോലെ പേപ്പട്ടിക്ക് ലെക്കില്ലാതെ പോണ്. പക്ഷെ അതുപോലെയാണ് ഈ ജ്ഞാനി. ഇദ്ദേഹം ആരാ സത്യത്തിൽ? അതാർക്കും അറിയില്ല. അദ്ദേഹത്തിന് ഉള്ള എന്താണ്? അയാൾ ഈ ലോകത്തിന് വേണ്ടി പിന്നെ യാതൊന്നും അയാൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു, എല്ലാത്തിനും മുക്തനായി കഴിഞ്ഞു, വിരക്തിയായി. ഒന്നും അയാളുടെ ദേഹം പോലും അയാൾക്കില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ എന്താ ഉള്ളേ? ആ പരബ്രഹ്മം മാത്രമേ, അതും അയാൾക്കറിയില്ല. അങ്ങനൊരവസ്ഥയാണ്. അങ്ങനെ ദക്ഷിണേ ഇതരയായ ദിക്കിനു തുടങ്ങിനാൻ. ദക്ഷിണേ ഇതരയായ തെക്ക് വടക്കോട്ടങ്ങ് പോയെന്നാണ്. ദക്ഷിണേ ഇതര, തെക്കിൻ്റെ ഓപ്പോസിറ്റാണ് വടക്ക്, ഇതര. അപ്പോൾ അദ്ദേഹം പോയത് വടക്കോട്ടങ്ങ് പോയി. ദക്ഷന്മാരാകും അനുജന്മാരും കൂടി പിമ്പേ മുഗ്ധയാം. അതായത് അനുജന്മാരും ദക്ഷന്മാരാകും അനുജന്മാരും അവരും ഇദ്ദേഹത്തിൻ്റെ പുറകെ അങ്ങ് വെച്ച് പിടിച്ചു. മറ്റയാള് എന്താ പറയുക, ഈ അനുജന്മാർ പുറക്കെ ഉണ്ടെന്നൊന്നും അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിന് ഇതൊക്കെ ത്യജിച്ച ആളാണ്. പക്ഷേ ജ്യേഷ്ഠൻ പോകുന്ന കണ്ടപ്പോൾ ഇവരും അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് പോയി. ദക്ഷന്മാരാകും അനുജന്മാരും കൂടി പിമ്പേ. ദക്ഷന്മാരെന്ന് പറഞ്ഞാൽ അവരെല്ലാം നല്ല അറിവുള്ള ശ്രേഷ്ഠന്മാരാണ്.
അദ്ദേഹം അവരാരും ഇത് ഇത്രയും മൂകരെ പോലൊന്നും ആവാത്ത സ്ഥിതിക്കാണ് ദക്ഷന്മാരാകും അനുജന്മാരും കൂടി പിമ്പേ മുഗ്ധയ ദ്രുപദ രാജാത്മജയോടും കൂടി ആരാ ദ്രുപദ രാജാത്മജ ദ്രുപദ രാജാവിൻ്റെ മകള് എന്തോ പേര് അവരുടെ പേരങ്ങ് മറന്നു, ദ്രുപദി പാഞ്ചാലി, അതിനൊരു പേരുണ്ട് ദ്രുപദ രാജാത്മജയോട്. അദ്ദേഹത്തിന് അവരുടെ ഈ പാഞ്ചാലിക്കൊരു പേരുണ്ട്, അത് ഞങ്ങൾ മറന്നു. പാഞ്ചാലി എന്ന് നോക്കിയാൽ 5 പേരുടെയും ഭാര്യ, അവരും കൂടെ പോയി. മുക്തയാം ദ്രുപദ രാജാത്മജയോടും കൂടി സിഗ്ധതയാലേ നടന്നിടിനാർ പിരിയാതെ. ഇവരെല്ലാവരും മൂത്തയാള് എങ്ങോട്ട് പോകുന്ന വെച്ചാൽ അങ്ങോട്ട് തന്നെ അനുജന്മാരും ഈ പാഞ്ചാലിയും കൂടെ പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഓരോരുത്തരങ്ങ് പിരിഞ്ഞ് പോകും, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ അവിടെ വീണ് അത്രത്തോളം നാള് മരിക്കോളം അവർക്ക് നടന്നു എൻ്റെ അർത്ഥം. പിന്നാലെ പോകുന്നവരെല്ലാരും മരിച്ചു ഭൂമണ്ഡലം തന്നിൽ പതിക്കുന്നത് നോക്കിയിടാതെ. പുറകെ പോകുന്നവരാരും എവിടെ വീണു ആര് മരിക്കുന്നു എന്നൊന്നും ആരും അറിയുന്നില്ല. മുമ്പേ പോകുന്ന ആൾക്ക് ചിന്തയില്ല, ഒന്നും അറിഞ്ഞുകൂടാ. ലക്കില്ലാത്തണക്ക് എങ്ങോട്ടെന്ന് വെച്ചാൽ അങ്ങനെ പോവുക. അതിനെ കൂടെ ഇവരെല്ലാവരും കൂടെ അങ്ങ് പോവുകയാണ്. പോകുന്നവർ അവിടെ വീഴുന്നു മരിക്കുന്നു, ഇത് കൂടെ പോകുന്നവരറിയുന്നില്ല. അത് നല്ലൊരു കാര്യമല്ലേ? അപ്പം എന്താ, അറിഞ്ഞാൽ അയ്യോ ഒരു ദുഃഖം ഉണ്ടാവും. അത് വേണ്ട, അങ്ങ് ദുഃഖം ഉണ്ടാകുന്ന അടുത്ത ജന്മം ജനിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് അവർ എല്ലാം കൽപ്പിച്ച് എങ്ങനെ പോകുന്നു, ജ്യേഷ്ഠൻ പോകുന്ന വഴിയേ പോകുന്നു മാത്രം, അത് മതി. അപ്പോൾ അവിടേക്ക് എത്താം, അവിടെ ഇവരും ചെല്ലും. കാരണം എന്താ, ദുഃഖമില്ല. ആര് മരിച്ചെന്നോ അവിടെ അവരും വിരക്തി നേടി പോകുന്ന ആള് വഴി നടത്തി കാണിക്കുന്നു, കൂടെ പോകുന്നു. എവിടെ ആര് മുമ്പേ ആര് വീഴുന്നു മരിക്കുന്നു ആരും തങ്ങളെ അറിയുന്നില്ല. അറിയാത്ത എന്താ, എല്ലാത്തിനും വിരമിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഈ പോകുന്നവരും എല്ലാത്തിനും വിരമിച്ചു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരും എടുത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ ജ്യേഷ്ഠ എന്നൊക്കെ വിളിച്ച് അങ്ങോട്ടും പറയുകയോ ഒക്കെ ചെയ്യും. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അവർ കാണും. ഇതൊന്നുമില്ല, ഓരോരുത്തർ പോകുന്ന വഴിക്ക്, അതാണ് ഇവിടെ പറയുന്നത്. പിന്നാലെ പോകുന്നവരെല്ലാവരും മരിച്ച് ഭൂമണ്ഡലം തന്നിൽ പതിക്കുന്നത് നോക്കിയിടാതെ, മരിച്ചു വീഴുന്നത് കാണാതെ, കണ്ടില്ല. കണ്ടാലും കാണാത്തവണ്ണം, അതൊക്കെ ജീവിത രീതിയാണ്. അവിടെ കടാ പൊക്കോ, അവിടെ അത്രേ ഉള്ളൂ, തീർന്ന്. അത് യാതൊരു ചിന്തയില്ല. ചിന്ത എന്താണ്? മമത ഉണ്ടായെങ്കിലല്ലേ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അയ്യോ എൻ്റെ അനുജൻ പോയോ. ഇവിടെ അതൊന്നുമില്ല. നമ്മളെല്ലാവരും അങ്ങനെ ആയിത്തീരണം. ഭൂമണ്ഡലം തന്നിൽ പതിക്കുന്നത് നോക്കിയിടാതെ മന്നവൻ വടക്കോട്ട് പിന്നെയും നടന്നുടൻ. ഇവര് ഈ ജ്യേഷ്ഠനും ഒന്നും പുറക്കെ പോകുന്നവരെന്തും എന്ത് ചെയ്തെന്ന് തിരക്കാതെ മുമ്പോട്ട് തന്നെ പോയി. തന്നെ ധർമ്മസ്ഥിതിക്ക് അന്തരം വന്നിടാതെ. ആ ധർമ്മസ്ഥിതി, അദ്ദേഹം ഒരു അതിനാണ് ധർമാത്മാവെന്ന് പറയുന്നത് യുധിഷ്ഠിരനെ. അപ്പോൾ ആ ധർമ്മത്തിന് ഒരു കുറ്റം വരുന്നൂടാ. അദ്ദേഹം ആയിത്തീർന്നത്, അതിൽ നിന്ന് പിന്നോക്കമില്ല, അത് മുമ്പോട്ട് തന്നെയാണ്. അതാണ് നമ്മൾ പഠിക്കണം. നമുക്കും യഥാർത്ഥത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നോട്ട് വരരുത്. അയ്യോ എൻ്റെ ഇന്നാരോടെ കിടക്കുന്നോ, ചിന്തിക്കണ്ട. നമ്മൾ സംഘം ഇതിലൊന്നും വേണ്ട. വരുന്നത് പോലെ വരട്ടെ, അനുഭവിക്കട്ടെ. നമ്മൾ എന്തായി തീർന്നോ അത് മുമ്പോട്ട് തന്നെ പോവുക. തന്നെ ധർമ്മസ്ഥിതിക്ക് നമ്മൾ എന്തായി തീർന്നു അതിനി പുറകോട്ടില്ല. മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ. ഈശ്വരനോടുള്ള ചേർച്ച അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അന്തരം വന്നിടാതെ വന്നൊരു വൈമാനികൻ തന്നോട് കൂടിച്ചേർന്ന് ചെന്നുടൻ ഇന്ദ്രാലയം തന്നിൽ വാണരുളിനാൻ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം മുമ്പോട്ട് തന്നെ പോയപ്പോൾ ഒരു വൈമാനികൻ, ഇന്നത്തെ പൈലറ്റ് വൈമാനികൻ എന്ത് വന്നു? തന്നോട് കൂടി ചേർന്ന് അദ്ദേഹം ഒരു വിമാനം കൊണ്ടുവന്ന് അതിലോട്ട് തന്നെ ഇന്ദ്രാലയം തന്നെ വാണരുളിനെ അവിടേക്ക് കൊണ്ടങ്ങ് പോയി. ഈ മുമ്പേ പോയ ആളിനെ ഖിന്നത ഒഴിഞ്ഞ് അനുജാതികൾ തന്നെ കണ്ടു തന്നെ മൂലത്തെങ്കിൽ എല്ലാവരും ലയിച്ചാർ പോൽ. അവിടെ ചെന്നപ്പോൾ എന്താണ്, ഈ വഴിയെ പോയൊരു അനുജന്മാരൊക്കെ നേരത്തെ അവിടെ വീണ് മരിച്ചു പോയി. ഇതൊന്നും മൂത്തയാൾ മുമ്പേ വരെ അറിയുന്നില്ല, എന്തോ സംഭവിച്ചെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഒരു പൈലറ്റ് വന്നു, വിമാനം കൊണ്ടുവന്ന് അദ്ദേഹത്തെ അവിടേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുപോയി. ചെന്നപ്പം മുമ്പേ ഇവിടെ വീണ് മരിച്ചവരൊക്കെ അവിടെ ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, നമ്മൾ ഈശ്വരനെ അറിഞ്ഞ് നമ്മളെ പരമാത്മാവ് ഇങ്ങനെ ഒരു വൈമാനികൻ വന്ന് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പുറകെ ഇവിടെ ആരെല്ലാം ഉണ്ട്,
ഇതിനകത്തൂടെ കൊള്ളിച്ചകുന്ന അദ്ദേഹത്തിൻ്റെ അനുജന്മാരായിട്ട് കണ്ടേ. നമുക്ക് ലോകം മൊത്തവും നമ്മുടെ അനുജന്മാരും സഹോദരങ്ങളുമാണ്. ഇവിടെ ആരാണ് അവിടേക്ക് എത്തപ്പെടുന്നത്? എൻ്റെ ഭക്തമക്കൾ തന്നെ ആവട്ടെ, ഇപ്പോൾ ജഗദമ്മയാണോ, നിർമ്മലയാണോ, പിന്നെ ജയാനിലാണോ, അതോ ഇനി പ്രസന്നയാണോ, അതോ രുക്മിണി മോഹനാണോ, ഇങ്ങനെ അതോ ഇനി ഗീതാനായരാണോ, ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് പേര് പറയാനുണ്ട്. ഇവരെല്ലാവരിലും വെച്ച് നോക്കുമ്പോൾ ഇവർ ആരൊക്കെ ചിലപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇവരെല്ലാവരും ഇവിടെ കാണും. ഇവിടെ അർജുനനും നകുലനും സഹദേവനും പാഞ്ചാലി എല്ലാം ഇവരൊക്കെ തന്നെയാണ്. നമ്മളെല്ലാവരും ഒരു പാഞ്ചാലിയാ, നമ്മളെല്ലാവരും അർജുനനാ, നമ്മളെല്ലാവരും ഇവർ തന്നെയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ജഗദമ്മ ഇവിടെ ഉണ്ടോ, നിർമ്മലയുണ്ടോ, രുക്മിണി, ഇവരെല്ലാവരും ഇവിടെ ഉണ്ടല്ലേ എന്ന് നമുക്ക് സന്തോഷിക്കാം. ഇവിടെ ആരെല്ലാം അവിടെ ചെന്നു, അല്ല നമ്മുടെ അമ്മ പറ്റ സഹോദരങ്ങളെന്ന് വെച്ചാൽ അങ്ങനല്ല ഇത് ഉദ്ദേശിക്കണ്ടേ. അവിടേക്ക് എത്തപ്പെടുന്ന സഹോദരങ്ങൾ ഈ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അത് അവിടെ എത്തേണ്ടെന്ന് ആരെച്ചാൽ അവരെ ഭഗവാനോട് എത്തിക്കും. അവിടെ ചെല്ലുമ്പോൾ നമുക്കെല്ലാം ഒന്നിച്ച് കൂടാം. അതാണ് ഇത് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി. ഇത്രയും സമയം പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല, കാര്യം പറഞ്ഞിട്ട് ഇത്രയും പോയി. എല്ലാവർക്കും നമസ്കാരം.